ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 6th ചാപ്റ്റർ ആയ ലീനിയർ ഇൻഇക്വാലിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുമ്പത്തെ ചാപ്റ്റേഴ്സിന്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ഒരു ഇൻഇക്വാലിറ്റി എന്താണെന്ന് നോക്കാം. Two real numbers or two algebraic expressions related by the symbol less than, greater than, less than or equal to or greater than or equal to form an inequality. രണ്ട് റിയൽ നമ്പേഴ്സോ അല്ലെങ്കിൽ രണ്ട് ഓൾജിബ്രിക് എക്സ്പ്രഷനോ ഈ സിമ്പിൾസ് വെച്ച് റിലേറ്റ് ചെയ്താൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻഇക്വാലിറ്റി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 3 less than 5, 5 greater than 2. അതേപോലെ തന്നെ x greater than 2, x less than or equal to 1, y greater than 3, y less than 2. ഇതൊക്കെ എന്താണ്? ഇൻഇക്വാലിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റി എന്നും ലിറ്ററൽ ഇൻഇക്വാലിറ്റി എന്നുമാണ്. ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇൻഇക്വാലിറ്റിയിൽ നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ 3 less than 5, 5 greater than 2. ഇതൊക്കെ എന്താണ്? ന്യൂമറിക്കൽ ഇൻഇക്വാലിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ലിറ്ററൽ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഇക്വാലിറ്റിയിൽ വേരിയബിൾസ് വന്നാൽ അതിനെ നമ്മൾ എന്ത് പറയും? ലിറ്ററൽ ഇൻഇക്വാലിറ്റി. ഫോർ എക്സാമ്പിൾ x greater than 2, x less than or equal to 1, y greater than 3, y less than 2. ഇതൊക്കെ എന്താണ്? ലിറ്ററൽ ഇൻഇക്വാലിറ്റി ആണ്. ഇനി നമുക്ക് ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 1 വേരിയബിളോ ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 2 വേരിയബിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ 2x plus 3 greater than 5. ഇതൊരു ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 1 വേരിയബിൾ ആണ്. ഇവിടെ എന്താണ്? വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഇതിന്റെ ഡിഗ്രി 1 ആണ്. സോ ഈ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ഇൻഇക്വാലിറ്റി ആണ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ എന്താ ലീനിയർ ഇക്വേഷൻസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. വേരിയബിൾസിന്റെ ഹയസ്റ്റ് പവർ 1, അതായത് ഡിഗ്രി 1 ആവുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ 2x plus 3 greater than 5 എന്ന് പറയുന്നത് ലീനിയർ ഇൻഇക്വാലിറ്റി ആണ്. ഇനി നമുക്ക് ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 2 വേരിയബിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ 2x plus 2y greater than 10. ഇതൊരു ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 2 വേരിയബിൾ ആണ്. ഇവിടെ x എന്ന് പറയുന്ന ഒരു വേരിയബിളും ഉണ്ട്, y എന്ന് പറയുന്ന വേരിയബിളും ഉണ്ട്. ഈ എക്സിന്റെയും വൈന്റെയും ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് എന്താ സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി എന്നും സ്ലാക്ക് ഇൻഇക്വാലിറ്റി എന്നും നോക്കാം. സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ സിമ്പിളോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിളോ വരുന്ന ഇൻഇക്വാലിറ്റിനെയാണ് നമ്മൾ സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ x greater than 3. x എന്ന് പറയുന്നത് എന്താണ്? 3-നെക്കാട്ടിലും വലുതാണ്, പക്ഷേ 3-നോട് ഈക്വൽ അല്ല. ഈക്വൽ ആവണമെങ്കിൽ എന്താണ്? ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു കാരണം. പക്ഷെ ഇവിടെ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് 3-നോട് ഈക്വൽ ആയിരിക്കില്ല, 3-നെക്കാട്ടിലും വലുതുമായിരിക്കും. അടുത്ത എക്സാമ്പിൾ y less than 7. ഇതും ഒരു സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആണ്. ഇനി നമുക്ക് എന്താ സ്ലാക്ക് ഇൻഇക്വാലിറ്റി നോക്കാം. സ്ലാക്ക് ഇൻഇക്വാലിറ്റി ലെസ് ദാൻ ഒരു ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ വരുന്ന ഇൻഇക്വാലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലാക്ക് ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2x plus 1 greater than or equal to 5. ഇവിടെ എന്താണ്? 2x plus 1 എന്ന് പറയുന്നത് 5-നെക്കാളും വലുതുമാവാം 5ഉം ആവാം. നെക്സ്റ്റ് എക്സാമ്പിൾ y less than or equal to 8. ഇവിടെ y എന്താണ്? y എന്ന് പറയുന്നത് ഒന്നുകിൽ 8 ആവാം അല്ലെങ്കിൽ 8-നെക്കാളും ചെറിയ നമ്പർ ആകാം. നമുക്കിനി സൊല്യൂഷൻ ഓഫ് ഇൻഇക്വാലിറ്റി ഇൻ 1 വേരിയബിൾ എന്താണെന്ന് നോക്കാം. സൊല്യൂഷൻ ഓഫ് ഇൻഇക്വാലിറ്റി ഇൻ 1 വേരിയബിൾ is the value of the variable which makes it a true statement. പിന്നെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള കുറച്ച് റൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈക്വൽ നമ്പേഴ്സ് ക്യാൻ ബി ആഡഡ് and subtracted on both sides of the linear equation. അതേപോലെ തന്നെ equal numbers can be multiplied and divided on both sides of linear equation.
അതേപോലെ തന്നെ ലീനിയർ ഇൻഇക്വാലിറ്റിയിലും കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്ക് അതെന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഈക്വൽ നമ്പേഴ്സ് ക്യാൻ ബി ആഡഡ് ആൻഡ് സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് എൻ ഇൻഇക്വാലിറ്റി വിത്തൗട്ട് എഫക്റ്റിംഗ് ദ സൈൻ ഓഫ് ഇൻഇക്വാലിറ്റി. അടുത്തത്, ബോത്ത് സൈഡ്സ് ഓഫ് എൻ ഇക്വാലിറ്റി ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ആൻഡ് ഡിവൈഡഡ് ബൈ എ സെയിം പോസിറ്റീവ് നമ്പർ. അത് ശ്രദ്ധിക്കണം, സെയിം പോസിറ്റീവ് നമ്പർ ആണ് പറയുന്നത്. ബട്ട് വെൻ both sides are multiplied and divided by a negative number, then the inequality is reversed. For example, ഇവിടെ ഇനീക്വാലിറ്റിന്റെ ബോത്ത് സൈഡ്സിലും നമ്മൾ +2 ചെയ്യണം. +2. അപ്പോൾ 3 + 2 5 less than 5 + 2 7. അപ്പോൾ നമുക്ക് 5 less than 7 കിട്ടി. 5 7നെക്കാളും ചെറുതാണ്. നെക്സ്റ്റ് 3 less than 9 ആണ്. ഇവിടെ ബോത്ത് സൈഡ്സ് നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ -1 × 3 എന്ന് പറയുന്നത് -3. -1 × 9 എന്ന് പറയുന്നത് -9. നമ്മൾ റൂൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് ബോത്ത് സൈഡ്സ് മൾട്ടിപ്ലൈയോ അല്ലെങ്കിൽ ഡിവൈഡോ ചെയ്താൽ സൈൻ എന്ത് ചെയ്യും? റിവേഴ്സ് ആയിരിക്കും. അപ്പോൾ -3 ഗ്രേറ്റർ ദാൻ -9. -3 അല്ലേ -9നെക്കാളും വലുത്. സോ -3 ഗ്രേറ്റർ ദാൻ -9. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, solve -12x greater than 30 when first case x is a natural number, second case x is an integer. So ഇവിടെ നമ്മുടെ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് -12x greater than 30. സോ ഈ 12 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 30/12 ആവും. അപ്പോൾ -x greater than 30/12 ആവും. ഇനി നമുക്ക് ബോത്ത് സൈഡ്സ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ -1 × -x എന്ന് പറയുന്നത് x, ഇവിടെ -1 × 30/12 എന്ന് പറയുന്നത് -30/12. നമ്മൾ മുമ്പ് പറഞ്ഞ റൂൾസിൽ കണ്ടിട്ടുണ്ട്, ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈയോ ഡിവൈഡോ ഈ ഇൻഇക്വാലിറ്റീനെ ചെയ്താൽ ഈ ഇൻഇക്വാലിറ്റീൻ്റെ സൈൻ എന്താവും? റിവേഴ്സ് ആവും. അപ്പോൾ നമുക്കിവിടെ x ഗ്രേറ്റർ ദാൻ ഉള്ളത് ലെസ് ദാൻ ആവും. അപ്പോൾ നമുക്ക് x എന്ന് പറയുന്നത് ലെസ് ദാൻ -30/12 കിട്ടും. -30/12ന് -5/2 എന്ന് എഴുതാം. സോ ഇവിടെ x ലെസ് ദാൻ -5/2 എന്ന് പറയുന്നത് -2.5. ഇനി നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. x നാച്ചുറൽ നമ്പർ ആവുന്ന കേസ്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 എക്സെട്ര ആണ്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. സോ ഇവിടെ x എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ -2.5 എന്ന് കിട്ടിയിട്ടുണ്ട്. x ലെസ് ദാൻ ഒരു നെഗറ്റീവ് നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ ഒരിക്കലും നെഗറ്റീവ് നമ്പർ ആവില്ല. സോ ഇവിടെ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. x നാച്ചുറൽ നമ്പർ ആവുന്ന കേസിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇവിടെ നോ സൊല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് നോ സൊല്യൂഷൻ. ഇനി സെക്കൻഡ് കേസ്, x ഒരു ഇൻറ്റീജർ ആവുന്ന കേസ്. അപ്പോൾ -2.5നെക്കാളും ചെറിയ നമ്പേഴ്സ് ആയിരിക്കും വരിക. ഇവിടെ x എന്ന് പറയുന്നത് ലെസ് ദാൻ -2.5 ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ -2.5നെക്കാളും ചെറിയ ഇൻറ്റീജേഴ്സ്, അപ്പോൾ -3 -4 -5 എക്സെട്ര എന്ന് വരും. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, x ലെസ് ദാൻ -2.5 എന്ന് പറഞ്ഞാൽ -2 ഈ സൊല്യൂഷൻ സെറ്റിൽ എഴുതരുത്. -3 ആണ് -2.5നെക്കാളും ചെറിയ നമ്പർ. അപ്പോൾ നമുക്കിവിടെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് x ഇൻറ്റീജർ ആവുമ്പോൾ നമുക്ക് സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് -3 -4 -5 എക്സെട്ര എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് കേസിൽ ഇതാണ് സൊല്യൂഷൻ സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് 5x - 3 less than 7 when first one x is an integer, second x is a real number. സോ ഈ ഇനീക്വാലിറ്റിയിൽ -3നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ 5x less than 7 plus 3.
5x less than 10 എന്ന് കിട്ടും. സോ x less than 2 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് x less than 2 എന്ന് കിട്ടി. x ഒരു ഇൻറ്റീജർ ആയ xന് എന്തൊക്കെ വാല്യൂസ് വരാം? x എന്ന് പറയുന്നത് 1 ആവാം, 0 ആവാം, -1, -2 എക്സെട്ര. സോ ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് 1, 0, -1, -2 എക്സെട്ര. സോ എക്സ് ഇൻറ്റീജർ ആവുമ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ സെറ്റ്. ഇനി അടുത്ത കേസ് എക്സ് റിയൽ നമ്പർ ആവുമ്പോൾ എക്സിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് -∞ to ഇവിടെ ഓപ്പൺ ഇന്റർവൽ ആണ്. എക്സ് എന്ന് പറഞ്ഞത് 2നോട് ഈക്വൽ അല്ല. സോ നമുക്കിവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് അല്ല, ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. എക്സ് 2നോട് ഈക്വൽ ആയാലാണ് നമുക്കിവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരുന്നത്. സോ എക്സ് റിയൽ നമ്പർ ആവുന്ന കേസിൽ -∞ 2 ആണ് ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇൻഇക്വാലിറ്റി 3 × x - 1 less than or equal to 2 × x - 3 for real x. ഇവിടെ നമ്മുടെ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് 3 × x - 1 less than or equal to 2 × x - 3. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 3x - 3 less than or equal to 2x - 2 × 3 6. സോ നമുക്ക് 3x - 2x ഇങ്ങോട്ട് എടുക്കുമ്പോൾ -2x എന്ന് കിട്ടും. -2x less than or equal to -6. ഈ -3നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ +3 ആവും. അപ്പോൾ നമുക്ക് 3x - 2x less than or equal to -6 + 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 3x - 2x എന്ന് പറയുന്നത് x less than or equal to -6 + 3 എന്ന് പറയുന്നത് -3. സോ ഇവിടെ നമുക്ക് x എന്ന് പറയുന്നത് less than or equal to -3 എന്ന് കിട്ടി. x റിയൽ നമ്പർ ആവുന്ന കേസിൽ ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? -∞ -3 ഇവിടെ എന്താ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ x less than or equal to എന്നുണ്ട്. 3 കൂടി ഉൾപ്പെടുന്നതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് ഉള്ളത്. x എന്ന് പറയുന്നത് -3നേക്കാളും ചെറുതായതുകൊണ്ട് x belongs to -∞ -3 ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണുള്ളത്. 3ന്റെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണുള്ളത്. സോ x belongs to open interval -∞, closed interval -3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇൻഇക്വാലിറ്റി x + x/2 + x/3 less than 11. ഇവിടെ 2ന്റെയും 3ന്റെയും LCM എന്ന് പറയുന്നത് 6 ആണ്. സോ നമുക്ക് ഡിനോമിനേറ്ററിൽ 6 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 6x + 3x + 2x/6 എന്ന് കിട്ടും. ലെസ് ദാൻ 11. അപ്പോൾ ഈ 6നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ 6x + 3x + 2x ലെസ് ദാൻ 66 എന്ന് കിട്ടും. 6x + 3x + 2x എന്ന് പറയുന്നത് 11x ലെസ് ദാൻ 66 എന്ന് കിട്ടും. സോ x less than 66/11. സോ നമുക്ക് x less than 6 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് x less than 6 എന്നാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് -∞ ഓപ്പൺ ഇന്റർവൽ 6. ഇൻഫിനിറ്റി വരുന്ന സ്ഥലത്ത് നമ്മൾ ഓപ്പൺ ഇന്റർവൽ ആണ് കൊടുക്കുന്നത്. ഇവിടെ x less than or equal to 6 എന്ന് വന്നാലേ 6ന്റെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരുള്ളൂ. സോ ഇവിടെ x belongs to -∞ 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇൻഇക്വാലിറ്റി ആൻഡ് ഷോ ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. ഇവിടെ ഇൻഇക്വാലിറ്റി തന്നിട്ടുള്ളത് 3x - 2 less than 2x + 1. സോ നമുക്ക് ഫസ്റ്റ് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 3x 2xനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -2x ലെസ് ദാൻ -2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 2 പിന്നെ +1. അപ്പോൾ നമുക്ക് 3x - 2x എന്ന് പറയുന്നത് x less than 3 എന്ന് കിട്ടും. സോ ഇവിടെ x എന്ന് പറയുന്നത് 3നേക്കാളും ചെറുതായിരിക്കും. ഇനി നമുക്കിത് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ x എന്ന് പറയുന്നത് എന്താണ്? 3നേക്കാളും ചെറുതാണ്.
സോ നമുക്ക് 3ന്റെ മേലെ ഒരു സർക്കിൾ ഇടാം. ഇവിടെ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ നമുക്ക് ഈ സർക്കിൾ ഡാർക്കൻ ചെയ്യാം. ഇവിടെ x ലെസ് ദാൻ 3 എന്ന് മാത്രം തന്നുകൊണ്ടാണ് നമ്മളിവിടെ ഒരു സർക്കിൾ ഇട്ടത്. x ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ x എന്ന് പറയുന്നത് 3നേക്കാളും ചെറിയ നമ്പേഴ്സ്. സോ നമുക്ക് ഈ പോർഷൻ ഡാർക്കൻ ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഈ പോർഷൻ ഡാർക്കൻ ചെയ്യാം. ഇതാണ് ഈ ഇനീക്വാലിറ്റിയുടെ സൊല്യൂഷൻസിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? x ലെസ് ദാൻ 3 എന്ന് കിട്ടിയപ്പോൾ 3ന്റെ അവിടെ നമ്മൾ ഒരു സർക്കിൾ ഇട്ടു. എന്നിട്ട് ലെസ് ദാൻ 3 എന്ന് പറയുന്നതുകൊണ്ട് ഈ പോർഷൻ നമ്മൾ ഡാർക്കൻ ചെയ്തു. ഇനി അഥവാ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വരികയാണെങ്കിൽ നമ്മൾ ഈ പോർഷൻ എന്ത് ചെയ്യണം? ഡാർക്കൻ ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ravi obtained 70 and 75 marks in first 2 unit test. Find the minimum marks he should get in the third test to have an average of at least 60 marks. ഇവിടെ എന്താ പറയുന്നത്? രവിക്ക് 3 യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിൽ രവിക്ക് 70 മാർക്സും സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റിൽ 75 മാർക്സും കിട്ടി. ഇവിടെ ചോദിക്കുന്നത് തേർഡ് യൂണിറ്റ് ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടിയാലാണ് ഈ 3 യൂണിറ്റ് ടെസ്റ്റിന്റെ ആവറേജ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 60 മാർക്ക് ആവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തേർഡ് യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്ക് കണ്ടുപിടിക്കണം. സോ ഇവിടെ 70 പ്ലസ് 75 പ്ലസ് എക്സ്, തേർഡ് യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്കാണ് നമ്മളിവിടെ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 70 പ്ലസ് 75 പ്ലസ് എക്സ് ബൈ 3. ഇവിടെ 3 യൂണിറ്റ് ടെസ്റ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ബൈ 3 ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുന്നത്. ആവറേജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആവണം. ഒന്നെങ്കിൽ 60 മാർക്കോ അല്ലെങ്കിൽ 60നേക്കാളും കൂടിയാലും കുഴപ്പമില്ല. സോ ഇവിടെ നമുക്ക് 145 70 പ്ലസ് 75 145 പ്ലസ് എക്സ് ബൈ 3 greater than or equal to 60 എന്ന് കിട്ടും. So 145 plus x greater than or equal to 3 നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 60 into 3 എന്നാവും. 60 into 3 എന്ന് പറയുന്നത് 180. അപ്പോൾ നമുക്ക് 145 plus x greater than or equal to 180 എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് x എന്ന് പറയുന്നത് എന്താ? x എന്ന് പറയുന്നത് greater than or equal to 145 നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 180 minus 145. So x greater than or equal to 35. 180 minus 145 എന്ന് പറയുന്നത് 35. So x greater than or equal to 35 എന്ന് കിട്ടി. സോ ഇവിടെ തേർഡ് യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്ക് എന്ന് പറയുന്നത് greater than or equal to 35 ആയാലാണ് നമുക്ക് ഇതിന്റെ ആവറേജ്, ഈ 3 യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 60 ആവുള്ളൂ. അപ്പൊ ഇവിടെ തേർഡ് യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളത്? തേർഡ് യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്ക് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35. അടുത്ത ക്വസ്റ്റ്യൻ. സോൾവ് ദ ഇൻഇക്വാലിറ്റി 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x minus 4 less than or equal to 5. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻഇക്വാലിറ്റിനെയാണ് നമ്മൾ ഡബിൾ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 2 ഇൻഇക്വാലിറ്റി ഉണ്ട്. സോ ഇതിനെ ഡബിൾ ഇൻഇക്വാലിറ്റി എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x minus 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. സോ ഇവിടെ നമുക്ക് -4 നമുക്ക് കളയണം. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് 4 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 plus 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x minus 4 plus 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 plus 4. അപ്പോൾ നമുക്ക് 2 plus 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x minus 4 plus 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 plus 4 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x minus 4 plus 4 എന്ന് പറയുന്നത് 0 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 plus 4 എന്ന് പറയുന്നത് 9. ഇനി നമുക്ക് ഈ 3 കളയാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 6/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x by 3
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടും. 9/3 3. സോ ഇവിടെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ 2,3. ഇവിടെ രണ്ടെണ്ണത്തിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വന്നുകൊണ്ടാണ് നമുക്ക് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കിട്ടിയത്. അപ്പോൾ x belongs to closed interval 2,3. അപ്പോൾ ഇതുവരെ നമ്മൾ ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ വൺ വേരിയബിൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നോക്കിയത്. ഇനി നമുക്ക് ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 2 വേരിയബിൾസിന്റെ പ്രോബ്ലംസ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇൻഇക്വാലിറ്റി x plus y less than 5 ഗ്രാഫിക്കലി. ഇത് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആണ്. സോ ഫസ്റ്റ് നമുക്ക് ഗ്രാഫിക്കലി x plus y less than 5 സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻഇക്വാലിറ്റിനെ നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതുക. അപ്പോൾ x plus y is equal to 5 എന്ന് കിട്ടും. ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ x plus y is equal to 5 എന്ന് കിട്ടും. നമുക്കറിയാം ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ആ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് 2 പോയിന്റ്സ് വേണം, x y. ഈ ഇക്വേഷനിൽ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ y എന്തായിരിക്കും? 5 അല്ലേ? x 0 ആയി. അപ്പോൾ y is equal to 5 എന്ന് കിട്ടും. അപ്പോൾ y 5. ഇനി y is equal to 0 എന്ന് കൊടുക്കുമ്പോൾ y is equal to 0 എന്ന് കൊടുക്കുമ്പോൾ x എന്തായിരിക്കും? x എന്ന് പറയുന്നത് is equal to 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. 0 5 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാ? x 0യും y 5 എന്ന് പറഞ്ഞ പോയിന്റ് ഇത് 0 5 0 5. 5 0 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? 5 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇത്. x 5ഉം y 0 ആയിട്ടുള്ള പോയിന്റ് ഇത് 5 0. അപ്പോൾ ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇത് x plus y is equal to 5 എന്ന് പറഞ്ഞ ഇക്വേഷന്റെ ഗ്രാഫാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് x plus y less than 5ന്റെ ഗ്രാഫാണ്. അപ്പോൾ x plus y less than 5 എന്ന് പറഞ്ഞ കേസിൽ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഡോട്ടഡ് ലൈൻസ് ആക്കണം. ഈ x plus y less than 5 എന്ന് പറഞ്ഞ ഇൻഇക്വാലിറ്റിയുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ഡോട്ടഡ് ലൈനിന്റെ ലോവർ പോർഷൻ ആവാം, അല്ലെങ്കിൽ ഈ ഡോട്ടഡ് ലൈനിന്റെ അപ്പർ പോർഷൻ ആവാം. അപ്പോൾ സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ റീജിയനിലെ ഏതെങ്കിലും ഒരു റീജിയന്റെ പോയിന്റ് നമ്മൾ ഈ ഇൻഇക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 0 0 എന്നുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ x is equal to 0യും y is equal to 0യും കൊടുക്കുക. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി എന്തായിരിക്കും? 0 plus 0 less than 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 0 less than 5 എന്ന് കിട്ടും. 0 less than 5 ആണ്. സോ 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഡോട്ടഡ് ലൈനിന്റെ ലോവർ പോർഷൻ ആണ്. സോ നമുക്ക് ഈ റീജിയൻ ഷെയ്ഡ് ചെയ്യാം. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. സോ ഇതാണ് x plus y less than 5 എന്ന് പറഞ്ഞ ഇൻഇക്വാലിറ്റിയുടെ സൊല്യൂഷൻ റീജിയൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 2 വേരിയബിൾസ്. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 2x plus y greater than or equal to 6, 3x plus 4y less than or equal to 12 ഗ്രാഫിക്കലി. അപ്പോൾ നമ്മൾ ഈ 2 ഇൻഇക്വാലിറ്റിനെ ആദ്യം നമ്മൾ ഇക്വേഷൻ ആയിട്ട് കാണണം. അപ്പോൾ ഫസ്റ്റ് ഇൻഇക്വാലിറ്റിനെ ഇക്വേഷൻ ആക്കുമ്പോൾ 2x plus y is equal to 6 എന്ന് കിട്ടും. അപ്പോൾ ഈ ലീനിയർ ഇൻഇക്വാലിറ്റിയുടെ ഗ്രാഫ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് 2 പോയിന്റ്സ് വേണം. അപ്പോൾ ഫസ്റ്റ് എക്സിന് 0 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് 6 ആവില്ലേ? x 0 ആകുമ്പോൾ 2x 0. അപ്പോൾ y is equal to 6 എന്ന് കിട്ടും. അപ്പോൾ y is equal to 6. ഇനി നമ്മൾ yക്ക് 0 ഇട്ട് കൊടുക്കുക. yക്ക് 0 ആകുമ്പോൾ നമുക്ക് 2x is equal to 6 എന്ന് കിട്ടും. സോ x is equal to 6/2 3 എന്ന് കിട്ടും. അപ്പോൾ x is equal to 3യും y is equal to 0 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ 0 6 എന്ന് പറഞ്ഞ പോയിന്റ് 0 6, ഇതാണ് 0 6 എന്ന് പറഞ്ഞ പോയിന്റ്. x 0യും y 6ഉം ആയിട്ടുള്ള പോയിന്റ് ഇത്. ഇനി നമുക്ക് 3 0 കണ്ടുപിടിക്കണം. 3 0 എന്ന് പറയുന്ന പോയിന്റ് ഇത് 3 0. അപ്പോൾ നമുക്ക് ഈ 2 പോയിന്റ്സും ജോയിൻ ചെയ്യാം.
പോയിന്റ്സും ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ഇൻഇക്വാലിറ്റി നോക്കാം. സെക്കൻഡ് ഇൻഇക്വാലിറ്റി ഇക്വേഷൻ ആവുമ്പോൾ 3x plus 4y is equal to 12 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് പോയിന്റ്സ് വേണം. അപ്പോൾ എക്സിന് നമ്മൾ 0 എന്ന് കൊടുക്കുമ്പോൾ y എന്തായിരിക്കും? 4y is equal to 12. അപ്പോൾ y എന്ന് പറയുന്നത് 12/4. അപ്പോൾ y എന്ന് പറയുന്നത് is equal to 3 എന്ന് കിട്ടും. ഇനി നമ്മൾ yക്ക് 0 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 3x is equal to 12 എന്ന് കിട്ടും. അപ്പോൾ x is equal to 4 എന്ന് കിട്ടും. നമുക്ക് ഈ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. 0, 3 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ്? 0, 3. x 0 ഉം y 3 ആയിട്ടുള്ള പോയിന്റ് ഇത്. ഇനി നമ്മൾ 4, 0 എന്നുള്ള പോയിന്റ്, 4, 0 എന്നുള്ള പോയിന്റ് ഇത്. 4, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇത്. അപ്പൊ ഈ രണ്ട് പോയിന്റ്സും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇൻഇക്വാലിറ്റിയുടെയും സൊല്യൂഷൻ റീജിയൻ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത മാതിരി തന്നെ 0, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിനും വൈക്കും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റിന്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ലൈനിന്റെ ലോവർ പോർഷൻ ആവില്ല. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ. ഇനി അടുത്തത് 3x plus 4y less than or equal to 12 എന്ന് പറഞ്ഞ ഇൻഇക്വാലിറ്റിയിൽ എക്സിനും വൈക്കും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 less than or equal to 12 കിട്ടി. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ലൈനിന്റെ ഈ ഭാഗത്താണ്. അപ്പോൾ ഇതാണ് ഈ ഇൻഇക്വാലിറ്റിയുടെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ ഈ രണ്ട് ഇൻഇക്വാലിറ്റിയുടെയും സൊല്യൂഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ കോമൺ ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പോൾ ഈ ഗ്രാഫിൽ കോമൺ ആയിട്ട് ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണ് ഈ ഇൻഇക്വാലിറ്റിയുടെ സൊല്യൂഷൻ റീജിയൻ. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. സോ ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് solve the inequalities. 3x plus 2y less than or equal to 12, x greater than or equal to 1, y greater than or equal to 2 graphically. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഈ മൂന്ന് ഇൻഇക്വാലിറ്റീസിനെയും ഇക്വേഷൻ ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് 3x plus 2y is equal to 12 എന്ന് കിട്ടും. പിന്നെ x is equal to 1 ഉം y is equal to 2 എന്നും കിട്ടും. x is equal to 1 എന്ന് പറഞ്ഞതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി y is equal to 2 ന്റെ ഗ്രാഫ് ഇതാണ്. y is equal to 2 എന്ന് പറഞ്ഞ ഇക്വേഷന്റെ ഗ്രാഫ്. ഇനി നമുക്ക് 3x plus 2y is equal to 12 എന്ന് പറഞ്ഞ ഇക്വേഷന്റെ ഗ്രാഫ് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് രണ്ട് പോയിന്റ്സ് വേണം. x, y. x ന് 0 എന്ന് കൊടുക്കുമ്പോൾ y ന്റെ വാല്യൂ എന്തായിരിക്കും? 2y is equal to 12. അപ്പോൾ y is equal to 6. ഇനി y ക്ക് 0 കൊടുക്കുമ്പോൾ x ന്റെ വാല്യൂ എന്തായിരിക്കും? 3x is equal to 12 എന്ന് കിട്ടും. അപ്പോൾ x is equal to 4 എന്ന് കിട്ടും. ഇവിടെ 0, 6 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാ? 0, 6. ഇതാണ് 0, 6 എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി 4, 0 എന്ന് പറഞ്ഞ പോയിന്റ്, 4, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇനി നമുക്ക് ഈ ഇൻഇക്വാലിറ്റിയുടെ സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് x greater than or equal to 1 എന്നുള്ള ഇൻഇക്വാലിറ്റിയിൽ x ന് 0 എന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 greater than or equal to 1 എന്ന് കിട്ടും. 0 greater than or equal to 1 അല്ലാത്തതുകൊണ്ട് x greater than or equal to 1 ന്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ പോർഷൻ ആയിരിക്കും x greater than or equal to 1 ന്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് y greater than or equal to 2 ല് y ന് 0 എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് 0 greater than or equal to 2 എന്ന് കിട്ടി. 0 greater than or equal to 2 അല്ലാത്തതുകൊണ്ട് y greater than or equal to 2 ന്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി നമുക്ക് 3x plus 2y less than or equal to 12 എന്നുള്ള ഇൻഇക്വാലിറ്റിയിൽ x നും y ക്കും 0 എന്ന് കൊടുക്കാം. നമുക്ക് x ന് 0 കൊടുക്കുമ്പോൾ 0 plus 0 less than or equal to 12 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 0 less than or equal to 12 എന്ന് കിട്ടും. 0 എന്ന് പറയുന്നത് less than or equal to 12 ആണ്. അപ്പോൾ
3x plus 2y less than or equal to 12 എന്ന് പറഞ്ഞ ഇനീക്വാലിറ്റിയുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഇങ്ങോട്ടുള്ള പോർഷൻ. അപ്പൊ ഇവിടെ ഈ മൂന്ന് ഇനീക്വാലിറ്റിയുടെയും സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഈ ഷെയ്ഡഡ് പോർഷൻ ആണ്. അപ്പൊ ഈ മൂന്ന് ഇനീക്വാലിറ്റിയുടെയും സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഈ കോമൺ ആയിട്ടുള്ള ഷെയ്ഡഡ് പോർഷൻ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.